അമ്മേ മാതാവേ, ഞങ്ങൾ പഠിക്കാൻ പോകുന്ന വചനം ഞങ്ങളുടെ ഹൃദയത്തിൽ ആഴമായി പതിയാൻ, ദൈവവചനത്തിൻ്റെ ആന്തരാർത്ഥങ്ങൾ ആത്മാവിൽ വെളിപ്പെട്ട് കിട്ടാൻ പരിശുദ്ധ അമ്മ ഈ സമയത്ത് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ, നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം. ഈ ദിവസം വീണ്ടും നമുക്ക് ദൈവത്തിൻ്റെ വചനം മർക്കോസിൻ്റെ സുവിശേഷം പഠിക്കാൻ കർത്താവ് തരുന്നത് അനുഗ്രഹമാണ് എന്ന് ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ തിരിച്ചറിയും. നമുക്ക് ദൈവം വചനം പഠിക്കാൻ തരുന്നത് ദൈവത്തിൻ്റെ വലിയ കരുണയാണ്. കാരണം ഒരുപാട് ആളുകൾക്ക് അത് ആഗ്രഹിക്കുന്നെങ്കിലും സാധിക്കുന്നില്ല. ഒരുപാട് ആളുകൾക്ക് ആഗ്രഹമില്ല. ഒരുപാട് ആളുകൾക്ക് ഇതിൻ്റെ വില അറിയില്ല. അപ്പോൾ കർത്താവിൻ്റെ വചനത്തിൻ്റെ മുമ്പിൽ അല്പസമയം ഇരിക്കാൻ ദൈവം നമുക്ക് തരുന്നത് നമ്മുടെ ഭാഗ്യമാണ്, അനുഗ്രഹമാണ്. നമുക്ക് വീണ്ടും മർക്കോസിൻ്റെ സുവിശേഷത്തിലേക്ക് പ്രവേശിക്കാം. മർക്കോസിൻ്റെ സുവിശേഷം 10-ാമത്തെ അധ്യായത്തിൻ്റെ 16 വരെയാണ് നമ്മൾ കണ്ടത്. 16-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: അവൻ ശിശുക്കളെ എടുത്ത് അവരുടെ മേൽ കൈകൾ വച്ച് അവരെ അനുഗ്രഹിച്ചു. ശിശുക്കളെ എടുത്തു അവരുടെ മേൽ കൈവച്ചു അനുഗ്രഹിച്ചു. ഇപ്പോൾ കർത്താവ് ഇത്രമാത്രം വളരെ സിമ്പിളായ ഒരാളായിരുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ കാണുന്നത്. കുഞ്ഞുങ്ങളെയും കൊണ്ട് അടുത്തേക്ക് വരുമ്പോൾ ശിഷ്യന്മാരവരെ വഴക്ക് പറയുമ്പോൾ ശിഷ്യന്മാരുടെ നേരെ കോപിച്ച് അവരെൻ്റെ അടുത്ത് വരട്ടെ എന്ന് പറഞ്ഞ് അവർ വരുമ്പോൾ കുഞ്ഞുങ്ങളെ എടുത്ത് അവരുടെ തല കൈവച്ച് അനുഗ്രഹിച്ച് പറഞ്ഞയക്കുകയാണ്. ഒരു കാര്യം കൂടി ഇവിടെ ശ്രദ്ധേയമായിട്ടുള്ളത് ഞാൻ പറയാൻ കഴിഞ്ഞ ക്ലാസ്സിൽ വിട്ടുപോയത്, ആരാവും ഈ കുട്ടികളെ കൊണ്ടുവന്നത്? അമ്മമാരാണോ അപ്പന്മാരാണോ? നാച്ചുറലി ആരായിരിക്കും? അമ്മമാരായിരിക്കും. കാരണം കൂടുതലും നമ്മൾ അങ്ങനെയാണ് കാണുന്നത്. ഈ അമ്മമാരാണ് കുട്ടികളെയും കൊണ്ട് സാധാരണഗതി പള്ളി വരുന്നത്, പ്രാർത്ഥിക്കാൻ വരുന്നത്. അപ്പോൾ നമ്മുടെ ഒരു സാധാരണ ഒരു ഗസ് വർക്ക് അനുസരിച്ച് അമ്മമാരായിരിക്കും. പക്ഷേ ഇവിടെ അപ്പന്മാരാണ് കൊണ്ടുവന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഇതിനിവിടെ ഉപയോഗിച്ചിരിക്കുന്ന ആഡ്ജക്റ്റീവ് മാസ്കുലിനാണ്. എന്ന് പറഞ്ഞാൽ ആരാ കൊണ്ടുവന്നതെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ കൈ തൊട്ട് അവൻ അനുഗ്രഹിക്കുന്നതിന് വേണ്ടി ശിശുക്കളെ അവൻ്റെ അടുക്കൽ അവർ കൊണ്ടുവന്നു. അവർ ആ ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്ന ആഡ്ജക്റ്റീവ് പുല്ലിംഗമാണ്, മാസ്കുലിൻ. അപ്പോൾ അതിൻ്റെ അർത്ഥം അത് പിന്നെ അങ്ങനെ ജെൻഡർ ഡിഫറൻസ് ഉള്ള ലാംഗ്വേജാണത്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്കിപ്പം എന്താണ്, നമ്മളെ ആൺപട്ടി കടിച്ചാലും പെൺപട്ടി കടിച്ചാലും പട്ടി കടിച്ചെന്ന് നമ്മൾ പറയും. പക്ഷേ അത് ഈ ഗ്രീക്ക് ഭാഷയിൽ പറയുമ്പോൾ അത് ഏത് ജെൻഡറിൽപ്പെട്ട പട്ടിയാണ് കടിച്ചതെന്ന് ആ ആഡ്ജക്റ്റീവ് നോക്കുമ്പോൾ അറിയാം, അല്ലെങ്കിൽ വെർബ് നോക്കുമ്പോൾ അറിയാം. അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ആരാണ് കൊണ്ടുവന്നത്? അപ്പന്മാരാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ദൈവത്തിൻ്റെ വെളിപ്പെടുത്തലാണ്. അപ്പന്മാരാണ് ഇതിനകത്ത് കുറച്ച് ഇൻട്രസ്റ്റ് എടുക്കുന്നത്. സാധാരണഗതി നമ്മുടെ പരിചയമുള്ള എല്ലാ കാര്യങ്ങളിലും കുഞ്ഞുങ്ങളുടെ ആത്മീയ കാര്യത്തിൽ ഒരു ഇനിഷ്യേറ്റീവ് എടുക്കുന്നത് അമ്മമാരാണ്. പക്ഷേ കർത്താവ് ഇവിടെ നമ്മളെ വചനത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്, ഇതിൻ്റെ റെസ്പോൺസിബിലിറ്റി യഥാർത്ഥത്തിൽ അപ്പന്മാർക്കാണ്. കുഞ്ഞുങ്ങളെ ദൈവകാര്യത്തിൽ ശ്രദ്ധയുള്ളവരായി വളർത്തേണ്ട ബാധ്യത, ഉത്തരവാദിത്തം യഥാർത്ഥത്തിൽ കുടുംബത്തിലെ പുരുഷന്മാർക്കാണ്. അപ്പോൾ അതുകൊണ്ടാണ് കുട്ടികളെ എടുത്തുകൊണ്ട് അപ്പന്മാരാണ് വന്നത്. അത് ഞാൻ സന്ദർഭവശാൽ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഈശോ അവരെ കൈതൊട്ട് അനുഗ്രഹിച്ചു. അപ്പോൾ ആ ഭാഗം, തൊട്ട് മുമ്പത്തെ ഭാഗം മനസ്സിലായാലേ നമുക്ക് ഇനി പിന്നെ വരാൻ പോകുന്ന കാര്യം മനസ്സിലാവും. അപ്പോൾ ഈശോ പറഞ്ഞു, ഈ ശിശുവിനെ പോലെ ദൈവരാജ്യം സ്വീകരിക്കാത്ത ആരും അതിൽ പ്രവേശിക്കില്ല. അങ്ങനെ പറഞ്ഞാണ് ഇത് അവസാനിക്കുന്നത്. ഈ ശിശുവിനെ പോലെ ദൈവരാജ്യം സ്വീകരിക്കാത്ത ആരും അതിൽ പ്രവേശിക്കുകയില്ല. ശിശുവിനെ പോലെ ദൈവരാജ്യം സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞിരുന്നു, ഒന്നുകൂടെ പറയുകയാണ് അടുത്ത ഭാഗം മനസ്സിലാവാൻ വേണ്ടി. ശിശുവിനെ പോലെ എന്ന് പറഞ്ഞാൽ ശിശുവിന് ഉള്ള ഒരു പ്രത്യേകത, എ ചൈൽഡ് ഈസ് ഓപ്പൺ ടു ബിലീവ്. കുട്ടി എന്തും വിശ്വസിക്കും. നമ്മൾ കുഞ്ഞിനോട് പറയുകയാണ്, ദേ കട്ടിലിനടിയിൽ ഒരാന ചത്ത് കിടക്കുന്നതെന്ന് പറഞ്ഞാൽ കൊച്ചു വന്ന് നോക്കും. കാരണം കുട്ടി അത് വിശ്വസിക്കും. എന്നാൽ അതേസമയം മുതിർന്നവരോട് പറഞ്ഞാൽ അവരത് വിശ്വസിക്കില്ല. മാത്രമല്ല, നമ്മളങ്ങനെ പറഞ്ഞാൽ അവർ
നമ്മളെ കൈകാര്യം ചെയ്യുകയും ചെയ്യും. അത് വിശ്വസിക്കില്ല. കുട്ടി ഈസ് ഓൾവേസ് ഓപ്പൺ ടു ബിലീവ്. ഫെയ്ത്തിന് ഓപ്പണാണ്. അപ്പോൾ കുട്ടിയെപ്പോലെ ആണെങ്കിൽ ദൈവരാജ്യം നിങ്ങൾക്ക് ഈ ശിശുവിനെ പോലെ ദൈവരാജ്യം സ്വീകരിക്കണം എന്ന് പറയും. അപ്പോൾ ഒന്ന്, വിശ്വാസത്തിൻ്റെ തുറവി, ദൈവരാജ്യം അവകാശമാക്കാം, വിശ്വാസത്തിൻ്റെ തുറവി. രണ്ടാമതായിട്ട് കുട്ടിയുടെ മറ്റൊരു പ്രത്യേകത, ഈ കുട്ടി വാങ്ങിക്കാൻ തയ്യാറാണ്. എ ചൈൽഡ് ഈസ് ഓൾവേസ് വില്ലിങ് ടു റിസീവ്. വാങ്ങാൻ തയ്യാറാണ്. ഇപ്പോൾ പേരൻസ് വിരട്ടി ഭീഷണിപ്പെടുത്തി വീട്ടിൽ വെച്ചൊക്കെ പറഞ്ഞ് എന്ത് തന്നാലും വാങ്ങിക്കരുത് എന്നൊക്കെ പറഞ്ഞ് വിട്ടില്ലെങ്കിൽ കുട്ടിക്ക് എന്തെങ്കിലും കൊടുത്താൽ വാങ്ങിക്കും. സാധാരണഗതിയിൽ നമ്മൾ കണ്ടിട്ടുള്ള കുട്ടികളെല്ലാം അങ്ങനെയാണ്. ഇനി ചില കുട്ടികൾക്ക് കഠിനമായ ഫോർമേഷനൊക്കെ വീട്ടിൽ കൊടുത്തിട്ടാണ് അങ്ങേര് എന്നെ എന്നാലും വാങ്ങിക്കരുത് എന്നൊക്കെ പറഞ്ഞാണ് വിടുന്നതെങ്കിൽ നമുക്ക് അറിഞ്ഞുകൂടാ. ചില കുട്ടികൾ വാങ്ങിക്കാത്ത കുട്ടികളെ കണ്ടിട്ടുണ്ട്. അതായത് ഇതിങ്ങനെ അങ്ങനെ അറിയാം. പക്ഷേ ജനറലി സ്പീക്കിംഗ് കുട്ടികളെല്ലാം തന്നെ യഥാർത്ഥത്തിൽ ഈ എന്തെങ്കിലും കൊടുത്താൽ വാങ്ങിക്കുന്നവരാണ്. അപ്പോൾ ഒന്ന്, ഓപ്പൺ ടു ബിലീവ്. രണ്ട്, ഓപ്പൺ ടു റിസീവ്, വാങ്ങാൻ തയ്യാറാണ്. മനസ്സിലായില്ലേ? മൂന്നാമത്തേത്, ഈ കുട്ടിക്ക് ചൈൽഡ് ഹാസ് ആൻ ഓപ്പൺ ഹാർട്ട് ടു ലവ്. സ്നേഹിക്കാനൊരു ഹൃദയമുണ്ട്. നമ്മുടെ കുഞ്ഞിനെ സ്നേഹിച്ചാൽ കുഞ്ഞ് നല്ലപോലെ തിരിച്ച് സ്നേഹിക്കും, അല്ലേ? തീർച്ചയായിട്ടും സ്നേഹിക്കും. അപ്പോൾ കുഞ്ഞിന് കാപട്യമില്ല. അപ്പോൾ കുഞ്ഞ് മനസ്സിലൊന്ന് വെച്ചുകൊണ്ട് വേറൊന്ന് കാണിക്കത്തുമില്ല. ഇഷ്ടമല്ലെങ്കിൽ അത് ഇഷ്ടമല്ലെന്ന് പറയും, അല്ലേ? അങ്ങനെ പറയും. ഞാൻ പണ്ട് എൻ്റെ വിടവ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആദ്യത്തെ വർഷം അച്ഛനായിട്ട് ആദ്യത്തെ വർഷം ഒരു മലമ്പ്രദേശത്തുള്ള ഒരു സ്ഥലത്ത് താമസിക്കും. അവിടെ 2 സ്കൂളുണ്ട്. അപ്പോൾ സ്കൂളിൽ നിന്ന് കുട്ടികളിങ്ങനെ 100 കണക്കിന് കുട്ടികൾ, ചെറിയ ക്ലാസ് LKG മുതലുണ്ട്, കുട്ടികളിങ്ങനെ റോഡിലൂടെ പോകും. അപ്പോൾ ഈ ചെറിയ ക്ലാസ്സിലെ കുട്ടികളുടെ ചാർജുണ്ട് എനിക്ക്. എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു ഇംഗ്ലീഷ് മീഡിയം ഉണ്ട്, 4 വരെ. അപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വമുണ്ട് എനിക്ക്. അപ്പോൾ ഈ കുട്ടികൾ, ആ പ്രായത്തിലുള്ള കുട്ടികൾ, ഒരു 3-ലോ 4-ലോ ഒക്കെ പഠിക്കുന്ന ആ റേഞ്ചിലുള്ള കുട്ടികൾ റോഡിൽ നിന്നിട്ട്, ഞാൻ ഒരു 5 മണിക്ക് ബൈക്കിൽ തിരിച്ചു വരികയാണ്. അപ്പോൾ ഈ പുള്ളോവറൊക്കെ ഇട്ട് ഹെൽമെറ്റൊക്കെ വെച്ച് വരികയാണ്. വരുമ്പോൾ ഈ യുവന്മാർ ആ പ്രായത്തിലുള്ള ഒരു 8-9 വയസ്സ് പ്രായമുള്ള കുട്ടികളാണ്. അവരിങ്ങനെ ഈ ഒരു പാമ്പ് ചത്ത് കിടക്കുകയാണ് ഓൾറെഡി, അതിനെ വീണ്ടും കൊന്നുകൊണ്ടിരിക്കുകയാണ് അവർ. ഓൾറെഡി അത് വണ്ടി കയറി ചത്തതാണ്. ഇവർ റോഡിൻ്റെ സൈഡിൽ, മെയിൻ റോഡാണ്, ആ റോഡിൻ്റെ സൈഡിൽ നിന്ന് ഇതിനെ വീണ്ടും തല്ലി കൊന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വണ്ടി ഇങ്ങനെ നിർത്തിയിട്ട് വീട്ടിൽ പോടാന്ന് പറഞ്ഞു, വേഗം വീട്ടിൽ പോകാൻ പറഞ്ഞു. അപ്പോൾ ഒരുത്തൻ പറഞ്ഞു പോടാ പട്ടി എന്ന് പറഞ്ഞു. ഞാൻ ഹെൽമെറ്റ് ഊരിയില്ല, കാരണം പിന്നെ നാണം കടണ്ടാന്ന് ഓർത്തിട്ട്. വേഗം കുട്ടി അങ്ങനെയാണ്, മനസ്സിലായില്ലേ? കുട്ടി അങ്ങനെ ഓപ്പണാണ്. ഈ വികാരിച്ചൻ വീട്ടിൽ വന്നു, ഒന്ന് തുടങ്ങിയാൽ ഇങ്ങനെ അടുത്ത് പോകും. ഇതുകൊണ്ട് നിർത്തും ഞാൻ. ഈ വികാരിച്ചൻ വീട്ടിൽ വന്നപ്പോൾ കുട്ടി ഇങ്ങനെ ഒന്നും ഇടാൻ നിൽക്കുകയാണ്, ചെറിയ കുട്ടി. അന്നേരം പറഞ്ഞ്, എടാ അച്ഛൻ വരുന്നു, പോയി എന്നെ എന്തെങ്കിലും ഇട്ടിട്ട് പാടാന്ന് പറഞ്ഞു. അവൻ പോയി 2 ചെരുപ്പ് ഇട്ടുകൊണ്ട് വന്നു. അപ്പോൾ കുട്ടി അങ്ങനെയാണ്. കുട്ടിക്ക് കാവട്ടിയൊന്നുമില്ല, അവൻ എന്തെങ്കിലും ഇട്ടാൽ പോരെ, അവന് ചെരുപ്പിടാന്ന് വിചാരിച്ചു. അപ്പോൾ കുട്ടിക്ക് കപടതയില്ല. എന്ത് കാര്യമാണെങ്കിലും കുഞ്ഞ് അത് സ്വീകരിക്കും. അപ്പോൾ ഒരു ശിശുവിനെ പോലെ ദൈവരാജ്യം സ്വീകരിക്കാത്ത ആരും അതിൽ പ്രവേശിക്കില്ല. അപ്പോൾ ദൈവരാജ്യം സ്വീകരിക്കാൻ എന്താ വേണ്ടേ? ഈ കുട്ടിയുടെ കൂട്ട് വിശ്വസിക്കാൻ തുറവയുണ്ട്, സ്വീകരിക്കാൻ തയ്യാറാണ്, സ്നേഹിക്കാനും തയ്യാറാണ്. ഒത്തിരി പ്രത്യേകതയുണ്ട്. ഞാൻ 2-3 പെട്ടെന്ന് പറയുന്നതേ ഉള്ളൂ. അപ്പം ദൈവരാജ്യം സ്വീകരിക്കാൻ ഇതാണ് യോഗ്യത എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ച സ്ഥലത്ത് യേശു വഴിയിലേക്ക് ഇറങ്ങിയപ്പോൾ, വാക്യം 17, മർക്കോസ് 10:17, യേശു വഴിയിലേക്ക് ഇറങ്ങിയപ്പോൾ ഒരു മനുഷ്യൻ ഓടി വന്ന്, ഒരു ചെറുപ്പക്കാരൻ ഓടി വന്ന് അവൻ്റെ മുമ്പിൽ മുട്ടുകുത്തി ചോദിച്ചു, നല്ലവനായ ഗുരു, നിത്യജീവൻ, ദൈവരാജ്യം അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം? തൊട്ടുമുമ്പ് പറഞ്ഞല്ലേ ഉള്ളൂ. ഈ ശിശുവിനെ പോലെ ദൈവരാജ്യം സ്വീകരിക്കാത്ത ആരും അതിൽ പ്രവേശിക്കില്ല. പറഞ്ഞങ്ങോട്ട് മുറ്റത്തോട്ട് ഇറങ്ങിയപ്പോൾ ഒരാൾ വന്ന് മുട്ടുകുത്തിയിട്ട് ചോദിക്കുകയാണ്. ഇതാണ് ഈ എപ്പിസോഡ് തമ്മിലുള്ള കണക്ഷൻ. ഒരാൾ വന്ന് മുട്ടുകുത്തിയിട്ട് ചോദിക്കുകയാണ്, ഈ നിത്യജീവൻ, മറ്റ് സുവിശേഷകന്മാർ പറയുന്നത് ദൈവരാജ്യമാണ്, ദൈവരാജ്യം അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം? നിത്യജീവൻ അവകാശമാക്കാൻ എന്ത് ചെയ്യണം? 2 ഒന്നാണ്.
അപ്പോൾ അവൻ്റെ ചോദ്യം ഇതാണ്, നല്ലവനായ ഗുരു നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം? ഇവിടെ രണ്ട് പ്രശ്നങ്ങൾ ഈ സെൻറ്റൻസിൽ തന്നെ കിടപ്പുണ്ട്, ഇവൻ്റെ ചോദ്യത്തിനകത്ത് തന്നെ ഉണ്ട്. ഒന്ന്, ദൈവരാജ്യം അവകാശമാക്കാൻ, ക്ലെയിം ചെയ്യാൻ. മനസ്സിലായോ? അവകാശമാക്കാൻ. രണ്ട്, എന്ത് ചെയ്യണം, ഞാൻ എന്നാ ചെയ്താൽ പറ്റും. ഇത് രണ്ടും ദൈവരാജ്യത്തിൻ്റെ ഓപ്പോസിറ്റായ ചിന്താഗതിയാണ്. നിനക്ക് ദൈവരാജ്യം അവകാശമാക്കാൻ പറ്റില്ല, അവകാശപ്പെടുത്താൻ പറ്റില്ല. ഇത് റൈറ്റ് അല്ല, ആരുടെ റൈറ്റ് അല്ല, ഫ്രീ ഗിഫ്റ്റാണ്, സൗജന്യ ദാനമാണ്. ദൈവം തരുന്ന സൗജന്യ ദാനമാണ്, ആരുടെ അവകാശമല്ല ഇത്. ചോദ്യം തന്നെ തെറ്റാണ്. ദൈവരാജ്യം അവകാശമാക്കാൻ അടുത്ത തെറ്റ്, ഞാൻ എന്ത് ചെയ്യണം? നീ ഒന്നും ചെയ്താലും പറ്റില്ല, ഒരു പ്രവൃത്തിക്കും ദൈവരാജ്യം അവകാശമാക്കാൻ പറ്റില്ല, സൗജന്യ ദാനമാണ്. കണ്ടോ, ചോദ്യം തെറ്റാണ്, ചോദ്യം തന്നെ തെറ്റാണ്. അപ്പോൾ അവൻ വന്നിട്ട് പറയണം, നല്ലവനായ ഗുരു നിത്യജീവൻ അവകാശമാക്കാൻ. അപ്പോൾ ഇതാണ് യഹൂദരുടെ തലയിൽ കിടന്ന ആശയം. എന്താണ്? ഞങ്ങൾ ചെയ്യുന്ന എന്തോ ഒരു പ്രവൃത്തി കൊണ്ട് ഞങ്ങൾക്ക് അവകാശമായി കിട്ടുന്നതാണ് ദൈവരാജ്യം. അല്ല, മാംസത്തിനും രക്തത്തിനും ദൈവരാജ്യം അവകാശമാക്കാൻ പറ്റില്ല. മനുഷ്യൻ്റെ ഒരു പ്രവൃത്തിക്കും ദൈവരാജ്യം കൈവശപ്പെടുത്താനുള്ള യോഗ്യതയില്ല. നമ്മളിതാണ് കഴിഞ്ഞ അനേക നാളുകളായിട്ട് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എല്ലാ പ്രവൃത്തികളും ദൈവരാജ്യത്തെ അവകാശമാക്കാൻ പര്യാപ്തമാകാത്ത പ്രവൃത്തികളാണ്. അപ്പോൾ അവകാശമാക്കാൻ പറ്റില്ല. ദൈവരാജ്യം അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം? ഒന്നും ചെയ്താലും പറ്റില്ല. പ്ലെയിനായിട്ട് ഉത്തരം പറയാം. പക്ഷേ ഈ സ്റ്റേജിൽ ഇപ്പോൾ ഈ ജനത്തിന് ഇത് മനസ്സിലാവില്ല. നമ്മളിപ്പോൾ റോമാലേഖനവും എഫെസോസ് ലേഖനമൊക്കെ വായിച്ചും പഠിച്ചും സഭയുടെ പ്രബോധനമൊക്കെ മനസ്സിലാക്കിയതിന് ശേഷമാണ് നമുക്കിത് മനസ്സിലാവുന്നത്. എന്നിട്ട് നമുക്ക് മനസ്സിലായിട്ട് പോലുമില്ല. ഈ സ്റ്റേജിൽ ഈ സുവിശേഷം വായിക്കുന്ന ഒരാൾക്ക് അത് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ഈ ചോദ്യം ഇവിടെ സുവിശേഷകൻ അഡ്രസ്സ് ചെയ്യുന്നത്, ദൈവരാജ്യം അവകാശമാക്കാൻ. അപ്പോൾ അവൻ ചോദിച്ച ചോദ്യം ഇതാണ്, അവകാശമാക്കാൻ എന്ത് ചെയ്യണം? റോമാലേഖനത്തിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 1-5 വാക്യങ്ങളൊന്ന് വായിക്കാം. റോമാലേഖനത്തിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 5 വരെ. റോമാലേഖനം വായിച്ചോ. 4-ാം അധ്യായം 1 മുതൽ 5. ആകയാൽ ജഡപ്രകാരം നമ്മുടെ പൂർവ്വപിതാവായ അബ്രാഹത്തെക്കുറിച്ച് എന്താണ് പറയേണ്ടത്? അബ്രാഹാം പ്രവർത്തികളിലാണ് നീതീകരിക്കപ്പെട്ടതെങ്കിൽ അവന് അഭിമാനത്തിന് വകയുണ്ട്. ദൈവസന്നിധിയിലാണെന്ന് മാത്രം. വിശുദ്ധ ലിഖിതം പറയുന്ന എന്താണ്? അബ്രാഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അതവന് നീതിയായി പരിഗണിക്കപ്പെട്ടു. ജോലി ചെയ്യുന്നവൻ്റെ കൂലി കണക്കാക്കപ്പെടുന്നത് ദാനമായിട്ടല്ല, അവകാശമായിട്ടാണ്. മനസ്സിലായോ? അതായത് ഇതാണ് ഈ അവകാശം. അതായത് നമ്മൾ ചെയ്യുന്ന എന്തോ ഒരു ജോലിക്ക് കിട്ടിയ കൂലിയാണ് ദൈവരാജ്യം. ഞങ്ങളിങ്ങനെ നന്നായിട്ട് ജീവിക്കുന്നത് കൊണ്ട് ദൈവം ഞങ്ങളെ സ്വർഗ്ഗത്തിൽ കൊണ്ടുപോകും, അല്ലെങ്കിൽ ഞങ്ങൾ നന്നായിട്ട് ജീവിച്ചതിൻ്റെ പ്രതിഫലമാണ് ദൈവരാജ്യം. ഈ ആറ്റിറ്റ്യൂഡിനെ ദൈവം തിരുത്തുകയാണ്. മറിച്ച് ദൈവരാജ്യം ക്രിസ്തുവിലൂടെ ദൈവം തരുന്ന സൗജന്യ ദാനമാണ്. നീ എന്ത് ചെയ്താൽ മതി? ഒരു കുഞ്ഞിനെ പോലെ അത് വാങ്ങിച്ചിട്ട് ഒരു കുഞ്ഞിനെ പോലെ സ്നേഹിച്ചാൽ മതി. ഞാൻ നേരത്തെ പറഞ്ഞു പിടികിട്ടിയോ? ഒരു കുഞ്ഞിനെ പോലെ ഇത് വിശ്വസിക്കുക, ഒരു കുഞ്ഞിനെ പോലെ ഇത് വാങ്ങുക, ഒരു കുഞ്ഞിനെ പോലെ നീ സ്നേഹിക്കുക. ഇത്രയും ചെയ്താൽ മതി. അപ്പോൾ അതിന് പകരം ഇത് അവകാശമായിട്ട് കാണുന്ന ഒരു ചെറുപ്പക്കാരൻ. അപ്പോൾ അവൻ വന്നിട്ട് ചോദിക്കുകയാണ്, നല്ലവനായ ഗുരു. ഇനി അടുത്തത് അവൻ്റെ ചോദ്യത്തിലെ 3-ാമത്തെ പ്രശ്നം. 2 പ്രശ്നം ഞാൻ പറഞ്ഞു. 1 അവകാശമാക്കുക, 2 എന്തെങ്കിലും ചെയ്യുക. അവൻ്റെ ചോദ്യത്തിലെ 3-ാമത്തെ പ്രോബ്ലം, അവൻ യേശുവിനെ വിളിക്കുകയാണ് നല്ലവനായ ഗുരു. കർത്താവിനോട് തിരിച്ചു ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് നീ എന്നെ നല്ലവൻ എന്ന് വിളിക്കുന്നത്? ദൈവം ഒരുവനല്ലാതെ നല്ലവനായി ആരുമില്ല. ചോദ്യം എന്താണെന്നറിയാം? കുഴപ്പം പിടിച്ച ചോദ്യമാണിത്. ഇവനൊരിക്കലും ഇത് മനസ്സിലായിട്ടുണ്ടാവില്ല. എന്താ ഈ കർത്താവ് ചോദിക്കുന്നറിയാം? നീ വായിക്കുന്ന വേദപുസ്തകം അനുസരിച്ച് ഒറ്റ ആളേ ഉള്ളൂ നല്ലവൻ, അത് ദൈവം മാത്രമാണ്. ചെറുപ്പക്കാരാ, നീ എന്നെ ദൈവമായിട്ട് കണ്ടിട്ടാണോ ഇങ്ങനെ വിളിക്കുന്നത്, അതോ ഒരു മനുഷ്യനെ ഒന്ന് സന്തോഷിപ്പിക്കാമെന്ന് കരുതി വിളിച്ചതാണോ? സന്തോഷിപ്പിക്കാമെന്ന് കരുതി വിളിച്ചതാണെങ്കിൽ നീ ഒരു കാര്യം മനസ്സിലാക്കണം, ദൈവം മാത്രമേ നല്ലവനായിട്ടുള്ളൂ. അതറിഞ്ഞിട്ട് നീ എന്നെ നല്ലവൻ എന്ന് വിളിച്ചാൽ നീ എന്നെ ദൈവമായിട്ട് അംഗീകരിക്കുകയാണ്. മനസ്സിലായോ? ദൈവം, നീ എന്നെ ദൈവമായിട്ട് കാണുന്നുണ്ടോയെന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല അവന്. ചോദ്യം ഇതാണ്, ഞാൻ ദൈവമാണ് എന്ന സത്യം നിനക്ക് മനസ്സിലായോ? ദൈവം മാത്രമേ നല്ലവനുള്ളൂ, അതോ നീ എനിക്ക് സന്തോഷമായിക്കൊള്ളട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒന്ന് സന്തോഷിപ്പിക്കാൻ എന്നെ നല്ലവനെന്ന് വിളിച്ചതാണോ? കിട്ടിയോ കർത്താവ്? അപ്പം ഇവനെ ഒരു തരത്തിലും കർത്താവ് നേരെ നിൽക്കാൻ അനുവദിക്കുന്നില്ല. അവൻ പറയുകയാണ്, അതായത് അവനെ അഡ്രസ്സ് ചെയ്യാണ്. നീ സന്തോഷിപ്പിക്കുകയൊന്നും വേണ്ട,
ദൈവം മാത്രമേ ഉള്ളൂ നല്ലവൻ. ഇനി അതല്ല, നീ അത് അംഗീകരിക്കുന്നുണ്ടോ ഞാൻ ദൈവമാണെന്ന്? അങ്ങനെയാണെ വിളിച്ചോ നല്ലവനെന്ന്. നല്ലവനായ ഗുരു, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം? യേശു അവനോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നീ എന്നെ നല്ലവനെന്ന് വിളിക്കുന്നത്? ദൈവം ഒരുവനല്ലാതെ നല്ലവനായി ആരും ഇല്ല. എന്നിട്ട് കർത്താവ് ഉത്തരം പറയുകയാണ്, നിത്യജീവൻ അവകാശമാക്കാൻ ഇപ്പം ഞാൻ പറഞ്ഞു തരാം എന്തൊക്കെ ചെയ്യണമെന്ന്. പ്രമാണങ്ങൾ നിനക്കറിയാമല്ലോ. കൊല്ലരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം നൽകരുത്, വഞ്ചിക്കരുത്, പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കണം. ശ്രദ്ധിച്ചോ, ഇതിനകത്ത് ആദ്യത്തെ 3 കൽപ്പനകൾ പറ. ആദ്യത്തെ 3 കൽപ്പനകളുണ്ട് ഈ പറഞ്ഞതിനകത്ത്. കൊല്ലരുത്, പറ, വായിച്ചേ. കൊല്ലരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം നൽകരുത്, വഞ്ചിക്കരുത്, പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കണം. 6 കൽപ്പന പറഞ്ഞു അല്ലേ? 6 കൽപ്പന. ഇനി ബാക്കി ഇതിനകത്തില്ലെന്ന് പറഞ്ഞാൽ ഇതാ, മോഹിക്കരുതെന്നുള്ള കൽപ്പനയില്ല. മോഹിക്കരുതെന്ന കൽപ്പനയില്ല, ഈശോ പറഞ്ഞിട്ടില്ല. ദൈവം അല്ലാതെ വേറൊരു ദൈവം ഉണ്ടാവരുത് പറഞ്ഞിട്ടില്ല. കർത്താവിൻ്റെ നാമം വെറുതെ പറഞ്ഞിട്ടില്ല. കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായിട്ട് ഇതൊന്നും പറഞ്ഞിട്ടില്ല. ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. എന്തുകൊണ്ടാണ് ഇത്രയും പറഞ്ഞത്? ഇത്രയും ഇവൻ അനുസരിക്കുന്ന പ്രമാണങ്ങളാണ്. മനസ്സിലായോ? ഇതുകൊണ്ടാണ് ഇവൻ പറയുന്നത്, ഇതൊക്കെ ചെറുപ്പം മുതലേ ഞാൻ പാലിക്കുന്നുണ്ട്. കർത്താവ് എന്ത് ചെയ്യാണ്? ഇവൻ്റെ ഉള്ളു കർത്താവിന് നന്നായിട്ട് അറിയാമല്ലോ. ഇവൻ അനുസരിക്കുന്ന കൽപ്പനകൾ ഏതാണ് ഈശോയ്ക്ക് അറിയാമല്ലോ. ഈശോ പറയാണ്, ഇതേ നിനക്ക് അറിഞ്ഞൂടെ കൽപ്പനകൾ, നീ അനുസരിക്കുന്ന കൽപ്പനകൾ. കൊല്ലരുത്, മോഷ്ടിക്കരുത്, വ്യഭിചാരം ചെയ്യരുത്, കള്ളസാക്ഷ്യം നൽകരുത്, വഞ്ചിക്കരുത്, പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കണം. അവൻ പറഞ്ഞു, ഗുരു, ചെറുപ്പം മുതൽ ഞാൻ ഇവയെല്ലാം പാലിക്കുന്നുണ്ട്. അതെ, ആ ഉത്തരം കിട്ടാൻ വേണ്ടിയാണ് ഈ കാര്യം അങ്ങോട്ട് പറഞ്ഞത്. അതെ, നീ പാലിക്കുന്നുണ്ടെന്ന് നീ പറയണം. നീ പാലിക്കുന്നുണ്ട്, പക്ഷെ അങ്ങനെ നീ പാലിച്ചാലും നീ ചിലത് പാലിക്കുന്നില്ല. നീ പാലിക്കാത്തത് ഉണ്ട്. വളരെ ശ്രദ്ധിച്ച് കേട്ടോണം. നമ്മൾ സാധാരണഗതിയിൽ മനസ്സിലാക്കുന്നത്, ഈ ചെറുപ്പക്കാരൻ്റെ പ്രശ്നം എന്തായിരുന്നു? നമ്മൾ കേട്ടിട്ടുള്ള എല്ലാ വചനവ്യാഖ്യാനങ്ങളിലും നമ്മൾ പറഞ്ഞിട്ടുള്ളതിലും എല്ലാം നമ്മൾ എന്താ പറയുന്നത്? ഇവനെന്താ കുറവ്? പണമാണ് ഇവൻ്റെ കുറവ്, അതല്ലേ? അതല്ല ഇവൻ്റെ കുറവ്, അതല്ല ഇവൻ്റെ കുറവ്, അതല്ല. നമുക്ക് കാണാം എന്താ ഇവൻ്റെ കുറവെന്ന്. അപ്പോൾ അവൻ അനുസരിക്കുന്ന പ്രമാണങ്ങൾ ഈശോ നിരത്തി വെച്ചിട്ട് ഇവൻ അനുസരിക്കാത്ത 3 ഈശോ പറയാതിരിക്കുകയാണ്. എന്തൊക്കെയാണ് അനുസരിക്കാത്തത്? ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ, ദൈവത്തിന് പകരം ഒന്നും ഉണ്ടാവരുത്, ദൈവത്തിൻ്റെ നാമം വൃഥ ഉപയോഗിക്കരുത്, കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായിട്ട് ആചരിക്കണം. ഈ 3 എടുത്തേ. ഈ 3 ദൈവവുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ ദൈവത്തിന് 1ാം സ്ഥാനം നൽകുന്നതുമായി ബന്ധപ്പെട്ട കൽപ്പനകൾ ഈശോ പറയുന്നില്ല. കാരണം പറയാത്തതിൻ്റെ കാരണം അവൻ അങ്ങനെ ചെയ്യുന്നില്ലാത്തതുകൊണ്ടാണ്. അവന് ദൈവത്തിന് പകരം അവന് എന്ത് കിടപ്പുണ്ട്? സമ്പത്ത് കിടപ്പുണ്ട്, ഉറപ്പായിട്ട് കിടപ്പുണ്ട്. അതുകൊണ്ടാണ് ഈശോ അത് പറയാതിരിക്കുന്നത്. അവൻ യഥാർത്ഥത്തിൽ പ്രമാണങ്ങൾ പാലിക്കുന്നില്ല. കാരണം ആദ്യത്തെ കൽപ്പനകൾ അവൻ പാലിക്കുന്നില്ല. അവന് ദൈവത്തിന് പകരം അവൻ്റെ ഹൃദയത്തിൽ ധനം കിടപ്പുണ്ട്. എന്നിട്ട് ഈശോ പറയാണ്, സൂക്ഷിച്ച് കേട്ടോണം. ഇനി ഈശോ പറയാണ്, ചെറുപ്പക്കാരൻ പറയാണ് 20ാമത്തെ വാക്യം. അവൻ പറഞ്ഞു, ചെറുപ്പം മുതൽ ഞാൻ ഇവയെല്ലാം പാലിക്കുന്നുണ്ട്. ചെറുപ്പം മുതൽ. യേശു സ്നേഹപൂർവം അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, നിനക്കൊരു കുറവുണ്ട്. കുറവ് പറ. പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, അപ്പോൾ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപം ഉണ്ടാവും, പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക. പറ, കുറവെന്താ? പറ, ചുണയുണ്ടെങ്കിൽ പറ. കുറവുണ്ട്. എന്താ കുറവെന്നറിയാം? നീ ഇതെല്ലാം പാലിക്കുന്നുണ്ട്, ഈ സത്യമാണ് നീ പറഞ്ഞത്, ഈ പ്രമാണങ്ങളെല്ലാം നീ പാലിക്കുന്നുണ്ട്, പക്ഷെ നിനക്കൊരു കുറവുണ്ട്. ഈ പ്രമാണങ്ങളെല്ലാം പാലിച്ചാലും സ്വർഗത്തിൽ പോകാൻ പറ്റാത്തതുപോലെ നിനക്കൊരു കുറവുണ്ട്. പറ, കുറവ്. നിനക്ക് ഈശോ ഇല്ല, അതാ കുറവ്. ഈശോ ഇല്ല, അതല്ല. ഈശോ ഇല്ലെന്ന് പറഞ്ഞാൽ എൻ്റെ പുറകെ വരാൻ നിനക്ക് പറ്റില്ല. കാരണം നിൻ്റെ പണം നിന്നെ പുറകിൽ നിന്ന് പിടിക്കും. അതുകൊണ്ടാണ് പണത്തിൻ്റെ റെഫറൻസ് ഇവിടെ പറയുന്നു. മനസ്സിലാവുന്നുണ്ടോ? അതായത് ഈശോ ഇല്ല. ഫസ്റ്റ് കമാൻഡ്മെൻ്റ് എന്ന് പറഞ്ഞ ഒരു പ്രോബ്ലം എന്തെന്നറിയാമോ? ഇവൻ പറയും,
ഞാൻ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നില്ല. ഇവൻ പറയും ഞാൻ പള്ളിയിൽ പോകുന്നുണ്ട്. ഇവൻ പറയും ഞാൻ ദൈവനാമം ഇതുവരെ അശുദ്ധമായിട്ട് ഉച്ചരിച്ചിട്ടില്ല. മനസ്സിലാവുന്നുണ്ടോ? ഈശോ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന ഇതാണ്, ഈശോയുടെ പുറകെ പോകാൻ നിനക്ക് പറ്റില്ല. ഈശോയുടെ പുറകെ പോകാൻ നിനക്ക് പറ്റാത്തതിൻ്റെ കാരണം നിനക്കിഷ്ടം പോലെ പണമുണ്ട്. അതുകൊണ്ട് പറയുകയാണ്, നിന്റെ കുറവെന്താണ്? പണമുള്ളതല്ല. നിന്റെ കുറവ് നിനക്ക് കർത്താവിൻ്റെ പുറകെ പോകാൻ പറ്റാത്തതാണ്. കർത്താവിൻ്റെ പുറകെ പോകാൻ പറ്റാത്തതിൻ്റെ കാരണം നിന്റെ പണമാണ്. അതുകൊണ്ട് കർത്താവിൻ്റെ പുറകെ പോവാൻ നീ പണമെല്ലാം പാവപ്പെട്ടവർ കൊടുത്തിട്ട് വാ, എന്നെ അനുഗമിക്കും. അപ്പം നമ്മൾ നോട്ട് ചെയ്യേണ്ട വേർഡ് വിൽക്കുക എന്നുള്ളതല്ല, കൂടെ പോരുക എന്നുള്ളതാണ്. നമ്മൾ എംഫസൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വിൽക്കുക എന്നുള്ളതിനാണ്. മനസ്സിലായോ? വിറ്റാലും കൂടെ പോരാൻ പറ്റണമെന്നില്ല. വിറ്റതിനെക്കുറിച്ച് ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് കൂടെ പോകാൻ പറ്റുമോ? വിറ്റു, പക്ഷേ വിറ്റതിനെക്കുറിച്ച് ആഴ്ചയ്ക്ക് 40 വട്ടം പരാതി പറഞ്ഞുകൊണ്ടിരിക്കുക, കൊടുത്തതിൻ്റെ കണക്ക് പറഞ്ഞുകൊണ്ടിരിക്കുക, പോരാൻ പറ്റില്ല. അപ്പം കർത്താവ് പറയാണ്, എൻ്റെ പുറകെ വരാവോ നിത്യജീവൻ കിട്ടും. ഇപ്പം ഇവിടുത്തെ ആശയം മനസ്സിലായോ? നിത്യജീവൻ അവകാശമാക്കാൻ എന്തെങ്കിലും ചെയ്താലല്ല, ഒരാളുടെ പുറകെ പോയാലാണ് നിത്യജീവൻ കിട്ടുന്നത്. അതിനിത് തടസ്സമാണ്. മനസ്സിലാവുന്നുണ്ടോ? ആശയം പിടികിട്ടിയോ? അതിനിത് തടസ്സമാണ്. ഇത് തടസ്സമായതുകൊണ്ട് നീ ഇത് തിരിച്ചറിഞ്ഞിട്ട് നീ അത് ഒരു കാര്യം ചെയ്യും. ഞാൻ നിന്നെ ചലഞ്ച് ചെയ്യാണ്, നിനക്കുള്ളത് വിൽക്കാവോ? ഈശോ ലോകത്തുള്ള എല്ലാ സമ്പന്നരോടും അവരുടെ വസ്തുവകൾ വിൽക്കാൻ ആവശ്യപ്പെടുന്നില്ല. അതല്ല ഇതിൻ്റെ അർത്ഥം. മനസ്സിലായോ? അതായത് പൈസയുള്ളവരെല്ലാവരും എല്ലാ പണവും വിറ്റിട്ട് നിങ്ങൾ കാട്ടിൽ പോയി താമസിക്കാൻ പറയുന്ന ഒരു സുവിശേഷം അല്ലിത്. അല്ല. ഈശോയുടെ കൂട്ടത്തിലെ 12 ശിഷ്യന്മാരിൽ ഒരാൾ അവരുടെ പണസഞ്ചി സൂക്ഷിച്ചിരുന്ന ആളാണ്. അതായത് അവർക്ക് ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് യൂദാസിനോട് കർത്താവ് നീ ചെയ്യാനുള്ളത് വേഗം പോയി ചെയ്യാന്ന് പറയുമ്പോൾ അവൻ വേഗം പുറത്തേക്ക് പോകുമ്പോൾ മറ്റ് ശിഷ്യന്മാർ വിചാരിക്കും തിരുനാളിന് ആവശ്യമുള്ളത് എന്തെങ്കിലും വാങ്ങാനോ പാവപ്പെട്ടവർക്ക് വേണ്ടതെങ്കിലും കൊടുക്കാനോ ആണ് അവനെ പറഞ്ഞു വിട്ടേന്ന് അവർ വിചാരിക്കും. കാരണം ഇവനാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ പ്രൊക്യുറേറ്റർ അവനാണ്, ഫൈനാൻസ് ഓഫീസർ ഇവനാണ്. അപ്പോൾ പണം ഉള്ളതല്ല കർത്താവിൻ്റെ പ്രശ്നം. പണം നിന്നെ യേശുവിനെ അനുഗമിക്കുന്നത് തടയുന്നതാണ് കർത്താവിൻ്റെ പ്രശ്നം. ഇത് വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ടതാണ്. വളരെ സൂക്ഷ്മമായിട്ട് നോക്കിയാൽ അത് പിടികിട്ടു. കർത്താവ് പറയാണ്, നിനക്കൊരു കുറവുണ്ട്. പറ, എന്താ നിൻ്റെ കുറവ്? നിനക്ക് എൻ്റെ പുറകെ വരാൻ പറ്റില്ല മോനെ, ഇതാ നിൻ്റെ കുറവ്. നീ വിചാരിക്കുന്നത് നിത്യജീവൻ നീ അവകാശമാക്കുന്നത് നീ ഏതാണ്ട് ചെയ്തിട്ടാണെന്നാണ്. തെറ്റി. നിത്യജീവൻ ഒരു കുഞ്ഞിനെ പോലെ റിസീവ് ചെയ്താൽ മതി. നിത്യജീവൻ ഒരു കുഞ്ഞിനെ പോലെ വാങ്ങിയാൽ മതി. അങ്ങനെ വാങ്ങാൻ നിനക്ക് പറ്റില്ല. എൻ്റെ പിന്നാലെ വരാൻ നിനക്ക് പറ്റില്ല. എന്നെ അനുഗമിക്കാൻ നിനക്ക് പറ്റില്ല. കാരണം എന്താണ്? നിൻ്റെ മനസ്സിൽ നിന്നെ തടഞ്ഞുകൊണ്ട് സമ്പത്ത് ഒരു വിഗ്രഹമായിട്ട് കിടപ്പുണ്ട്. നിനക്ക് പറ്റില്ല. അതുകൊണ്ട് ഞാൻ നിന്നെ ചലഞ്ച് ചെയ്യാണ്, നീ ശരിക്കും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വിറ്റിട്ട് വാ. യേശു സ്നേഹപൂർവം അവനെ കടാക്ഷിച്ചുകൊണ്ട് പറഞ്ഞു, നിനക്ക് ഒരു കുറവുണ്ട്. പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക. അപ്പോൾ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപം ഉണ്ടാകും. പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക. ഈ വചനം കേട്ടവൻ വിഷാദിച്ച് സങ്കടത്തോടെ തിരിച്ചുപോയി. കാരണം അവന് വളരെയേറെ സമ്പത്തുണ്ടായിരുന്നു. കണ്ടോ? അപ്പോൾ എന്താണ് ഇവിടുത്തെ പ്രശ്നം? എന്തുകൊണ്ടാണ് ഈ പണത്തിൽ ശ്രദ്ധ വെക്കരുതെന്ന് ഞാൻ ഒത്തിരി ഇത് പറഞ്ഞിട്ടുണ്ട്. ഒന്നുകൂടെ പറയുന്നു. ഈശോ മത്തായിയുടെ സുവിശേഷത്തിൽ ദൈവത്തെയും ദൈവത്തെയും പിശാചിനെയും ഒരുപോലെ സേവിക്കാൻ പറ്റുമെന്നല്ല പറഞ്ഞ്. ദൈവത്തെയും, മാമോൻ എന്ന് പറഞ്ഞാൽ പണത്തിൻ്റെ ദൈവത്തിൻ്റെ പേരാണ് മാമോൻ. ദൈവത്തെയും സമ്പത്തിനെയും ഒരുപോലെ സേവിക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ ഓർക്കേണ്ടത്, ദൈവത്തിന് പകരം ഓപ്പോസിറ്റ് സൈഡിൽ നിർത്തിയിരിക്കുന്നത് സാത്താനെ അല്ല, പണത്തെയാണ്. അത്രയ്ക്ക് ഗൗരവമാണ് ധനമോഹം. അത്രയ്ക്ക് സീരിയസ് ആണ് ധനമോഹം. വേറൊരു കാര്യം നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത്, എന്താണ് ഈ ധനം യഥാർത്ഥത്തിൽ? ഈ ധനം യഥാർത്ഥത്തിൽ ഉണ്ടാക്കുന്ന പ്രോബ്ലം എന്താ? പറ. അതായത് ഈശോ പറഞ്ഞില്ലേ, ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാർ, ദൈവരാജ്യം അവരുടേതാണ്.
ദൈവരാജ്യം, അതല്ല ഇവിടുത്തെ വിഷയം. ദൈവരാജ്യം അവകാശമാക്കാൻ, അല്ലെ ദൈവരാജ്യം സ്വീകരിക്കാൻ എന്താണ് ക്വാളിറ്റി? ആത്മാവിലെ ദാരിദ്ര്യം. സാമ്പത്തിക ദാരിദ്ര്യം അല്ലത്, ആത്മാവിലെ ദാരിദ്ര്യം. എന്താണ് ആത്മാവിലെ ദാരിദ്ര്യം? പോവർട്ടി ഇൻ സ്പിരിറ്റ്. അതെന്താണെന്നറിയാം? പോവർട്ടി ഇൻ സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ, ഇപ്പം ഞാൻ ഒരു ദരിദ്രനാണെന്ന് വിചാരിക്കാം. ഞാൻ ദരിദ്രനാണെങ്കിൽ ഞാൻ ഈ ദരിദ്രൻ എല്ലാ കാര്യത്തിനും ഞാൻ പണമുള്ള ഒരാളെ ആശ്രയിക്കേണ്ടി വരും. എല്ലാം എൻ്റെ കയ്യിൽ ഒന്നുമില്ല, അപ്പോൾ എന്നെ ആരെങ്കിലും സഹായിച്ചാലേ പറ്റൂ. ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ, ദാരിദ്ര്യം ഈസ് ഈക്വൽ ടു ഡിപ്പെൻഡൻസ്. ദാരിദ്ര്യം സമം ആശ്രയത്വം. ദാരിദ്ര്യത്തിൻ്റെ പ്രാക്ടിക്കൽ റിസൾട്ട് ആരെങ്കിലും ഡിപ്പെൻഡ് ചെയ്താലേ പറ്റൂ എന്നുള്ളതാണ്. മനസ്സിലാവുന്നുണ്ടോ? കർത്താവ് പറയാണ്, ആത്മാവിലെ ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ കാര്യത്തിനും നമ്മുടെ ഒരു റിസോഴ്സിലും ഡിപ്പെൻഡ് ചെയ്യാൻ പാടില്ല. ദൈവത്തിൽ മാത്രമേ ആശ്രയിക്കാൻ പറ്റൂ. ഇത് പെട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല. നമ്മൾ എപ്പോഴാണ് ദൈവത്തെ ആശ്രയിക്കുന്നത്? പറ. നമ്മുടെ റിസോഴ്സസ് തീരുമ്പോഴാണ്. നമ്മുടെ റിസോഴ്സസ് ഉള്ളപ്പോൾ നമ്മൾ ദൈവത്തെ ഡിപ്പെൻഡ് ചെയ്യുമോ? അങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് ആത്മാവിലെ ദാരിദ്ര്യം. ഈ റിസോഴ്സസിന് എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല. ഇപ്പം എൻ്റെ കയ്യിൽ 5 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഈ 5 ലക്ഷത്തിലല്ല എൻ്റെ ആശ്രയം, കർത്താവിലാണ്. എങ്കിൽ ഈ 5 ലക്ഷം നിന്നാലും പോയാലും എനിക്ക് ഒരുപോലെ സമാധാനം ഉണ്ടാവും. 5 ലക്ഷം ഉണ്ടെന്നുള്ളതല്ല ദോഷം, ഈ 5 ലക്ഷത്തിലല്ല ആശ്രയം. ഇത് കിടക്കുമ്പോൾ പ്രത്യേകിച്ചൊരു സന്തോഷമില്ല, പോയാൽ പ്രത്യേകിച്ചൊരു സങ്കടമില്ല. അതാണ് ശരിക്കും ദാരിദ്ര്യം. അല്ലാതെ ഒരാൾക്ക് പണം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, മറിച്ച് ഇയാളുടെ ട്രസ്റ്റ് ഇതിനകത്താണ്. പണം ഉണ്ടെങ്കിൽ നമ്മൾ പണത്തെ ആശ്രയിക്കും. മനസ്സിലായോ? പണം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാമെന്ന് വിചാരിക്കും. അപ്പോൾ ആ പണത്തിലുള്ള ആശ്രയത്വം എന്ത് സംഭവിക്കും? ദൈവത്തെ എല്ലാ കാര്യത്തിലും ആശ്രയിക്കുന്നതിൽ നിന്ന് നമ്മളെ തടയും. അതുകൊണ്ട് സ്വർഗീയ നിധി സ്വീകരിക്കുന്നതിൽ നിന്ന് എപ്പോഴും നമ്മളെ തടയുന്നതാണ് ഭൗതിക സമ്പത്ത്. അതുകൊണ്ടാണ് കർത്താവ് ഇതിനെ ഒപ്പോസ് ചെയ്യുന്നത്. നിങ്ങൾ അതിൽ ആശ്രയം വെക്കരുതെന്ന് ആവർത്തിച്ച് പറയുന്നത്. അപ്പോൾ ഈ ധനമോഹം ദൈവത്തെ ട്രസ്റ്റ് ചെയ്യാത്ത ഒരവസ്ഥയിലേക്ക് നമ്മളെ നയിക്കും. കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, ഒരു ചെറുപ്പക്കാരൻ അങ്ങയുടെ അടുത്ത് വന്ന് ദൈവരാജ്യം സ്വീകരിക്കാൻ, അവകാശമാക്കാൻ എന്താണ് വഴിയെന്ന് ചോദിക്കുമ്പോൾ പൂർണ്ണമായും അങ്ങയിൽ വിശ്വസിച്ച്, അങ്ങയെ ആശ്രയിച്ച്, അങ്ങയെ സ്നേഹിച്ച്, ഈശോ എന്ന വഴി, സത്യം, ജീവൻ അത് സ്വീകരിക്കാൻ, ഈശോയെ പിന്തുടരാൻ, അനുഗമിക്കാൻ, ഈശോയെ ആശ്രയിക്കാൻ, കർത്താവേ അതാണ് ദൈവരാജ്യം സ്വീകരിക്കാനുള്ള വഴി എന്ന് അവിടുന്ന് വെളിപ്പെടുത്തി തന്നു. ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുള്ള കഴിവിലോ സമ്പത്തിലോ ആരോഗ്യത്തിലോ അറിവിലോ ഒന്നും ആശ്രയിക്കാതെ എല്ലാ കാര്യത്തിലും അങ്ങയെ ആശ്രയിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.